നമസ്കാരം. ജൂൺ 22 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലെ വാരഫലമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുവാൻ പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് നിരവധിയായ നേട്ടങ്ങൾ സമ്മാനിക്കുമ്പോൾ മറ്റു ചില നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ചില പ്രതിസന്ധികളെ നേരിടേണ്ടതായി വന്നുവെന്ന് വരാം. ആദ്യം തന്നെ മേടം രാശി, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യകാൽ ഭാഗം. ഇവർക്ക് ഈ ആഴ്ച സുഖദുഃഖ സമ്മിശ്രമായാണ് കാണുന്നത്. ഞായറാഴ്ച വളരെ അനുകൂലമായ ദിവസമാണ്. നിയമവിജയം, കാര്യവിജയം, ബന്ധുസമാഗമം, സുഹൃത്ത് സമാഗമം, ഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു. അനിശ്ചിതത്വങ്ങളൊക്കെ അവസാനിച്ച് പ്രിയപ്പെട്ടവരുമായി ഒത്തുകൂടും. യാത്രകൾ നടത്തും. പുതിയ പുതിയ സാധ്യതകൾ തുറന്നു കിട്ടും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം കാണുന്നു. എന്നാൽ തിങ്കളാഴ്ച മുതൽ അല്പം പ്രതികൂല സമയമാണ്. സാമ്പത്തിക പ്രതിസന്ധി, മാനസിക ബുദ്ധിമുട്ടുകൾ, വഴക്ക്, അഭിമാനക്ഷതം, കാര്യപരാജയം, മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശകാരങ്ങൾ ഇവ ലഭിക്കാം. എന്നാൽ ബുധനാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വീണ്ടും അനുകൂലമാവും. സുഹൃത്തുക്കൾക്കിടയിലും വീട്ടിലും സ്നേഹാദരങ്ങൾ ലഭിക്കും. കാര്യവിജയമുണ്ടാകും. പരീക്ഷകളിൽ വിജയമുണ്ടാകും. പുതിയ പുതിയ പ്രയോജനകരമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കും. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാൻ സാധിക്കും. സ്ഥാനക്കയറ്റവും പുതിയ ചുമതലകളും ലഭിക്കാം. ദീർഘനാളുകളായി തടസ്സം നേരിട്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കും. എന്നാൽ വെള്ളിയാഴ്ച മുതൽ പ്രതികൂല സമയമാണ്. ധനപ്രതിസന്ധി ഉണ്ടായെന്ന് വരാം. സ്വസ്ഥത കുറവ്, മനപ്രയാസം, കാര്യതടസ്സം എന്നിവ കാണുന്നു. അടുത്തത് ഇടവം രാശി, കാർത്തികയുടെ അവസാനകാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി ഭാഗം. ഇവർക്ക് ഞായറാഴ്ച ഒട്ടും അനുകൂലമല്ല. പണത്തിനുള്ള ബുദ്ധിമുട്ട്, മനപ്രയാസം, കാര്യതടസ്സം, അനാരോഗ്യം, ഭീമമായ ചെലവുകൾ എന്നിവ കാണുന്നു. എന്നാൽ തിങ്കളാഴ്ച മുതൽ കാര്യങ്ങൾ അനുകൂലമായി വരും. നിരവധിയായ സന്തോഷ മുഹൂർത്തങ്ങളിൽ പങ്കുചേരും. ആഗ്രഹ സഫലീകരണവും സൽക്കാരയോഗവും കാണുന്നു. ബുധനാഴ്ചയ്ക്ക് ശേഷം നിരവധിയായ കാര്യതടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം. അനാരോഗ്യം, മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രിയപ്പെട്ടവരിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ ഇവയൊക്കെ നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വീണ്ടും സമയം അനുകൂലമായി കാണുന്നു. അംഗീകാരവും കാര്യവിജയവും സുഹൃത്ത് സമാഗമവും സംഭവിക്കാം. അടുത്തത് മിഥുനം രാശി, മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവർക്കും ഈ ആഴ്ച സുഖദുഃഖങ്ങളുടെയും വിജയപരാജയങ്ങളുടെയും സമ്മിശ്രമാണ്. ഞായറാഴ്ച വളരെ അനുകൂലമായി കാണുന്നു. ചെറിയ തോതിലുള്ള സാമ്പത്തിക വിജയം, അപ്രതീക്ഷിത ധനയോഗം, ലാഭം എന്നിവ കാണുന്നു. തിങ്കളാഴ്ച മുതൽ പ്രതികൂല സമയമാണ്. കാര്യതടസ്സവും മനപ്രയാസവും അനാരോഗ്യവും അലട്ടിയെന്ന് വരാം. അഭിമാനക്ഷതവും വേദനിപ്പിക്കുന്ന വാക്കുകളും നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ ബുധനാഴ്ച മുതൽ അനുകൂല സമയമാണ്. കാര്യവിജയം, സന്തോഷം, ആഗ്രഹ സഫലീകരണം എന്നിവയുണ്ടാകും. ചികിത്സകളൊക്കെയും ഫലം കാണും. തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും. പുതിയ പുതിയ സൗഹൃദങ്ങൾക്ക് തുടക്കം കുറിച്ചുവെന്ന് വരാം. വിദേശ സുഹൃത്തുക്കളിൽ നിന്നും പ്രിയതരമായ സന്ദേശങ്ങൾ ലഭിക്കും. വെള്ളിയാഴ്ച മുതൽ പ്രതികൂലമാണ്. കാര്യപരാജയങ്ങൾക്കും ഇച്ഛാഭംഗത്തിനും മാനസിക ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നു. അടുത്തത് കർക്കടകം, പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. ഇവർക്ക് ഞായർ മുതൽ ചൊവ്വ വരെ വളരെ അനുകൂല സമയമാണ്. സാമ്പത്തിക ലാഭവും കാര്യവിജയവും സുഹൃത്ത് സമാഗമവും കാണുന്നു. യാത്രകൾ നടത്തിയെന്ന് വരാം. പുതിയ ജോലി ലഭിച്ചേക്കാം. നിരവധിയായ സന്തോഷ മുഹൂർത്തങ്ങളിൽ പങ്കുചേരാം. എന്നാൽ ബുധനാഴ്ച മുതൽ പ്രതികൂലമാണ്. വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പരാജയപ്പെടാം. മാനസിക ബുദ്ധിമുട്ടുകളുടെയും ഇച്ഛാഭംഗത്തിന്റെയും സമയമാണ്. സ്വസ്ഥത കുറവും പ്രതികൂല ചിന്തകളും അലട്ടി എന്ന് വരാം. പ്രതികൂലമായ വാക്കുകളും സന്ദേശങ്ങളും ലഭിക്കും. എന്നാൽ വെള്ളിയാഴ്ചയോടുകൂടി ആ ബുദ്ധിമുട്ടുകളൊക്കെയും അവസാനിക്കും. വെള്ളിയാഴ്ച മുതൽ അനുകൂല സമയമാണ്. കാര്യവിജയം, അംഗീകാരം, ആഗ്രഹ സഫലീകരണം എന്നിവ സംഭവിക്കാം. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടി എന്ന് വരാം. അടുത്തത് ചിങ്ങം, മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യകാൽ ഭാഗം. ഇവർക്ക് ഞായറാഴ്ച വളരെ പ്രതികൂലമാണ്.
നിരവധിയായ ബുദ്ധിമുട്ടുകളും ശരീരസുഖക്കുറവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനവധിയായ കാര്യതടസ്സങ്ങളും യാത്രാ തടസ്സങ്ങളും ഉണ്ടായെന്ന് വരാം. എന്നാൽ തിങ്കളാഴ്ച മുതൽ സമയം അനുകൂലമാണ്. സാമ്പത്തിക ലാഭവും കാര്യവിജയവും പരീക്ഷാ വിജയവും പ്രമോഷനും ആഗ്രഹിച്ച സ്ഥലം മാറ്റവും ലഭിച്ചു എന്ന് വരാം. തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഒത്തുകൂടും. പുതിയ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ആഗ്രഹിച്ച മേഖലയിലേക്ക് പ്രവേശനം ലഭിക്കും. വെള്ളിയാഴ്ച മുതൽ സമയം പ്രതികൂലമാണ്. കാര്യതടസ്സവും സ്വസ്ഥതക്കുറവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും അലട്ടി എന്ന് വരാം. അടുത്തത് കന്നി. ഉത്തരത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം. ഇവർക്ക് ഞായറാഴ്ച പ്രതികൂലമാണ്. ശത്രുക്കളിൽ നിന്ന് ഭീഷണികൾ ഉണ്ടായി എന്ന് വരാം. കാര്യപരാജയവും മാനസിക ബുദ്ധിമുട്ടുകളും ഭയവും അലട്ടുന്ന സമയമാണ്. ഇരുചക്ര വാഹനക്കാരാണെങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരുമായി കലഹസാധ്യത കാണുന്നു. തിങ്കളാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. കാര്യങ്ങളൊക്കെ ഭാഗികമായി ശരിയായി എന്ന് വരാം. അനാരോഗ്യവും യാത്രാ തടസ്സവും ഉദരവൈഷമ്യവും അലട്ടി എന്ന് വരാം. വേദനാജനകമായ വാക്കുകളും അനുഭവങ്ങളും നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ ബുധനാഴ്ച മുതൽ സമയം അനുകൂലമാകും. ശത്രുക്ഷയം, അംഗീകാരം, സാമ്പത്തിക ലാഭം, കാര്യവിജയം, പരീക്ഷാ വിജയം ഇവ കാണുന്നു. പുതിയ പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തേക്കാം. ഉല്ലാസയാത്രകൾക്ക് സാധ്യതയുണ്ട്. അടുത്തത് തുലാം. ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവർക്ക് ഞായറാഴ്ച അനുകൂലമാണ്. അംഗീകാരം, കാര്യവിജയം, ബന്ധുസമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു. എന്നാൽ തിങ്കളാഴ്ച മുതൽ പ്രതികൂല സമയമാണ്. കാര്യപരാജയം, അഭിമാനക്ഷതം, ശത്രുശല്യം, ഇച്ഛാഭംഗം, കലഹം, സാമ്പത്തിക നഷ്ടം എന്നിവ കാണുന്നു. ഇരുചക്രവാഹനക്കാർ സൂക്ഷിക്കുക. അപ്രതീക്ഷിതമായി അശുഭകരമായ സന്ദേശങ്ങൾ ലഭിച്ചു എന്ന് വരാം. ബുധനാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമാണ് സമയം. ഭാഗികമായി കാര്യവിജയം ലഭിച്ചു എന്ന് വരാം. എങ്കിലും അനാരോഗ്യം, മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രവർത്തനമാന്ദ്യം, ധനതടസ്സം എന്നിവ നേരിടേണ്ടതായി വന്നേക്കാം. വെള്ളിയാഴ്ച മുതൽ അനുകൂല സമയമാണ്. കാര്യവിജയം, സ്ഥാനക്കയറ്റം, അംഗീകാരം, സന്തോഷം, ധനലാഭം എന്നിവ കാണുന്നു. തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും. അടുത്തത് വൃശ്ചികം. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഇവർക്ക് ഞായർ മുതൽ ചൊവ്വ വരെയുള്ള സമയം വളരെ അനുകൂലമായിരിക്കും. ബന്ധുസമാഗമം, കാര്യവിജയം, ആഗ്രഹ സഫലീകരണം, മത്സരവിജയം എന്നിവ കാണുന്നു. എന്നാൽ ബുധനാഴ്ച മുതൽ സമയം പ്രതികൂലമാണ്. കാര്യപരാജയം, ഉത്കണ്ഠ, അപകടഭീതി, ശരീരക്ഷതം, ഇച്ഛാഭംഗം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കാര്യങ്ങൾ. ഭാഗികമായി പ്രശ്നങ്ങളൊക്കെ ശരിയായെന്ന് വരാം. പ്രവർത്തനമാന്ദ്യം, യാത്രാപരാജയം, വേദനാജനകമായ നിമിഷങ്ങൾ എന്നിവ വന്നുചേരാം. അടുത്തത് ധനു. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം. ഇവർക്ക് ഞായറാഴ്ച പ്രതികൂലമാണ്. കാര്യതടസ്സങ്ങളും ഉറക്കക്കുറവും യാത്രാ തടസ്സവും ഉദരവൈഷമ്യവും വരാനിടയുണ്ട്. വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരാം. അവഗണനകൾ നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ തിങ്കൾ മുതൽ അനുകൂല സമയമാണ്. കാര്യവിജയവും മത്സരവിജയവും സുഹൃത്ത് സമാഗമവും നടക്കാനിടയുണ്ട്. തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടിയെന്ന് വരാം. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടും. പുതിയ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതിയുണ്ടാകും. യാത്രകൾ വിജയം കാണും. വെള്ളിയാഴ്ച സമയം പ്രതികൂലമാണ്. അപകടഭീതി, നഷ്ടം, കാര്യപരാജയം, ശരീരക്ഷതം എന്നിവ കാണുന്നു. അടുത്തത് മകരം. ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി. ഇവർക്ക് ചൊവ്വാഴ്ച വളരെ പ്രതികൂലമാണ്. കാര്യതടസ്സം, സമാധാനക്കുറവ്, അലസബുദ്ധി, യാത്രാക്ലേശം, മനപ്രയാസം, മോഹഭംഗം ഇവ കാണുന്നു. ബുധനാഴ്ച മുതൽ അനുകൂല സമയമാണ്. കാര്യവിജയം, സുഹൃത്ത് സമാഗമം, പരീക്ഷാ വിജയം ഇവ കാണുന്നു. പുതിയ പുതിയ സാധ്യതകൾ തുറന്നു കിട്ടും. പുതിയ സൗഹൃദങ്ങൾക്ക് തുടക്കം കുറിക്കും. ആഗ്രഹ സഫലീകരണത്തിനും ഉല്ലാസയാത്രകൾക്കും സാധ്യതയുണ്ട്. അടുത്തത് കുംഭം. അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം,
പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം. ഇവർക്ക് ഞായറാഴ്ച വരെ അനുകൂല സമയമാണ്. കാര്യവിജയം, സാമ്പത്തിക ലാഭം, ആദരവ് ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും. യാത്രകൾ വിജയം കാണും. ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. തിങ്കളാഴ്ച മുതൽ പ്രതികൂല സമയമാണ്. സമാധാനക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ, യാത്രാ തടസ്സം, മാനസിക ബുദ്ധിമുട്ടുകൾ ഇവ കാണുന്നു. വെള്ളിയാഴ്ച മുതൽ സമയം അനുകൂലമാണ്. കാര്യവിജയം, ബന്ധുസമാഗമം, മത്സരവിജയം, ശത്രുക്ഷയം ഇവ കാണുന്നു. ചർച്ചകൾ വിജയിച്ചു എന്ന് വരാം. പുതിയ സ്ഥാനങ്ങൾ ലഭിക്കാനിടയുണ്ട്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാം. ആഗ്രഹങ്ങൾ പൂവണിയും. അടുത്തത് മീനം. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം. ഉത്രട്ടാതി, രേവതി. ഞായറാഴ്ച വരെ പ്രതികൂല സമയമാണ്. അഭിമാനക്ഷതത്തിനും തർക്കത്തിനും മാനസിക ബുദ്ധിമുട്ടുകൾക്കും കാര്യപരാജയങ്ങൾക്കും സാധ്യത കാണുന്നു. തിങ്കളാഴ്ച മുതൽ സമയം അനുകൂലമായി ഭവിക്കും. കാര്യവിജയം, അംഗീകാരം, ധനലാഭം, സ്ഥാനലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ കാണുന്നു. തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും. പുതിയ പുതിയ ചുമതലകൾ ലഭിക്കും. സമ്മാനങ്ങൾ ലഭിക്കും. ബുധനാഴ്ച മുതൽ പ്രതികൂലമാണ് സമയം. കാര്യതടസ്സം, മനപ്രയാസം, ശരീര സുഖക്കുറവ്, സ്വസ്ഥതക്കുറവ്, യാത്രാ തടസ്സം എന്നിവ കാണുന്നു.